നാട്ടിലേറെ പ്രചാരത്തിലുള്ളതും പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതുമായ റെയ്ഡ്കോ ഫുഡ് ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ആരംഭിക്കുകയാണ്. വിദേശത്തേക്കുള്ള കയറ്റുമതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ 1 വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുമെന്ന് റെയ്ഡ്കോ പ്രതിനിധികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1972 സഹകരണ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് റെയ്ഡ്കോ. 95% സർക്കാർ ഓഹരി മൂലധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കേരളത്തിലുടനീളം 26 ബ്രാഞ്ചുകളും 5 ഉൽപാദക യൂണിറ്റുകളും പ്രവർത്തനത്തിലുണ്ട്. കണ്ണൂർ ജില്ലയിലെ മാവിലായി കറി പൗഡർ ഫാക്ടറിയിൽ നിന്നും മട്ടന്നൂർ ഫ്രൂട്ട് കാനിംഗ് യൂണിറ്റിൽ നിന്നും 120 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. മായം കലരാത്തതും ഗുണമേന്മയിൽ മികച്ചതുമായ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ നല്ല സ്വീകാര്യതയാണ്. സ്വാദിഷ്ടമായ മസാലക്കൂട്ടുകൾ, കറി പൗഡറുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ഇനങ്ങൾ എന്നിവ പൊതുവിപണിയിലും സപ്ലൈകോ വിപണന കേന്ദ്രങ്ങളിൽ ശബരി ബ്രാൻഡിലും ലഭിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ UAE-യിലേക്കും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുകയെന്ന് റെയ്ഡ്കോ ചെയർമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു കാൽനൂറ്റാണ്ടോളമായി ഭക്ഷ്യ സംസ്കരണ വിതരണ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെയ്ഡ്കോ കറി പൗഡർ മായം കലരാത്തതാണ്, ഗുണമേന്മയുള്ളതാണ്. കേരളത്തിലെ എല്ലാ കമ്പോളത്തിലും എത്തിക്കാനുള്ള ഭഗീരഥ യത്നത്തിന് പുറമെ കേരളത്തിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോ കറി പൗഡർ എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്. ഗൾഫ് നാടുകളിലേക്കാണ് ആദ്യം പോകുന്നത്. UAE-യിലേക്ക് ഈ അടുത്ത ദിവസം കയറ്റി അയക്കുകയാണ്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ പി രാജീവ് 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ആ ചടങ്ങ് മാവിലായിലെ കറി പൗഡർ ഫാക്ടറിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. UAE കഴിഞ്ഞാൽ ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള 5 ഗൾഫ് നാടുകളിലേക്ക് കൂടി ഒട്ടും താമസിയാതെ റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. സ്ഥാപനത്തിന്റെ വ്യാപാര മേഖല കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. സ്വകാര്യ സംരംഭകരോട് മത്സരിച്ചാണ് വ്യാപാരം ചെയ്യുന്നത്. എന്നിരുന്നാലും ഗുണമേന്മയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ കർഷകർ റെയ്ഡ്കോയെ തന്നെ സമീപിക്കുന്നത് ആശ്വാസകരമാണെന്ന് ചെയർമാൻ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വ്യവസായികൾ, പൗരപ്രമുഖർ, സഹകാരികൾ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ വാസു തോട്ടത്തിൽ, റെയ്ഡ്കോ MD മനോജ് കുമാർ, CEO വി രതീഷ്, മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത്, ഫാക്ടറി മാനേജർ രാകേഷ്, മഞ്ജുള, ജിതേഷ് എന്നിവർ പങ്കെടുത്തു.